മാലിക് ഫൊഫാനയ്ക്ക് വേണ്ടി എവർട്ടൺ ഒരു ഒഫീഷ്യൽ ബിഡ് വിട്ടിരിക്കുകയാണ്. എവർട്ടണും അതുപോലെ തന്നെ ലയോണിനും ഇടയിൽ കോൺക്രീറ്റ് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഫാബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം പല ബിഗ് ക്ലബ്സിന്റെ റഡാറിലുണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു ഈ ലയോണിന്റെ 20 വയസ്സുകാരായ ബെൽജിയം വിങ്ങർ മാലിക് ഫൊഫാന. സോ ലിവർപൂളുമായിട്ടും സ്ട്രോങ് ലിങ്ക്സ് ഉണ്ടായിരുന്നു ഈ പ്ലെയർ. സോ ലിവർപൂൾ ഇപ്പം ഫുൾ കോൺസെൻട്രേഷൻ അലക്സാണ്ടർ ഇസാക്കിലോട്ട് നീക്കിയിരിക്കുകയാണ്. സോ കിയേസയുടെ സെയിലിന് ശേഷം മാലിക് ഫൊഫാനയിലോട്ട് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കിയേസയുടെ സെയിൽ ഇതുവരെ നടന്നിട്ടില്ല. കൂടാതെ പ്ലെയറിന്റെ ഫുൾ ഫോക്കസ് അലക്സാണ്ടർ ഇസാക്കിലാണ്. സോ ഇപ്പൊ എവർട്ടൺ ആണെങ്കിൽ താരത്തിന് ഒരു ഒഫീഷ്യൽ ബിഡ് വിട്ടു. പ്ലെയറും ഇൻട്രസ്റ്റഡ് ആണ് എവർട്ടന്റെ എന്താ പറയുക ഒരു പ്രപ്പോസലിൽ നിന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇപ്പം മിക്കവാറും എവർട്ടന്റെ ഒരു പ്ലെയറായി മാലിക് ഫൊഫാന മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. സോ ഈ ഡീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസാക്കും അൽ ഹിലാലിനും ഇടയിൽ യാതൊരു ടോക്സും ഇപ്പോൾ നടക്കുന്നില്ല. അൽ ഹിലാലിന്റെ പ്രപ്പോസൽ അലക്സാണ്ടർ ഇസാക്ക് റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഫാബ്രീസിയോ കൺഫേം ആക്കിയിരിക്കുകയാണ് പ്ലെയർ ലിവർപൂളുമായിട്ട് മാത്രമാണ് ഇപ്പം ടോക്സ് നടക്കുന്നത്, വേറൊരു ക്ലബിലോട്ട് മൂവ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സെസ്കോയുടെ പിന്നാലെ ഇപ്പോഴും RB ലൈപ്സിക് ഉണ്ട്. വിസയുടെ കാര്യം അവർ നോക്കുന്നുണ്ട്. കൂടാതെ വൂൾസിന്റെ ലാർസണുമായിട്ടും ഇപ്പോൾ സെസ്കോനെ അഥവാ കിട്ടിയില്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ന്യൂകാസിൽ നോക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ന്യൂകാസിൽ ഇസാക്കിന്റെ റീപ്ലേസ്മെന്റിനെ കണ്ടെത്തുകയോ ഇല്ലയോ എന്നുള്ളത്.